നമസ്കാരം, ഞാൻ ആസിഫ് പൊന്നാട്. എല്ലാവർക്കും ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചെയർമാനാണ് ഈ ഇരിക്കുന്നത്. ഇദ്ദേഹം ഇന്ത്യയിലും UAE-യിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ചൈനയിലുമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അതോടെ തന്നെ അദ്ദേഹത്തിന് ഏകദേശം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങളെക്കാൾ പരിചയമുണ്ട്. ഇപ്പോൾ ചാനലിൽ ഞാൻ കരുതുന്നത് എനിക്കും ഞങ്ങളുടെ ചീഫ് എഡിറ്റർ നാസർ ബേപ്പൂരാണ് ഇതിൻ്റെ എല്ലാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെക്കാളും ഇതിൻ്റെ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഇതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുത്തിരുന്ന നമ്മുടെ ചെയർമാൻ. അപ്പോൾ നമ്മുടെ ഈ ചെയർമാനാണ് ഇതിൻ്റെ എല്ലാം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ചെയർമാനേക്കാൾ ഒരു പടി മുന്നിലാണ് ചെയർമാൻ്റെ സഹധർമ്മിണി. ചെയർമാൻ എന്നാണ് പറഞ്ഞു കേട്ടു വാര്യരിൽ നിന്നാണ് അല്ലേ, അതങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് വാര്യരിൽ നിന്നാണോ ഇത് ഇത്രയും പവറായിട്ടുള്ള ഇത്? അപ്പോൾ ഞാനിതിങ്ങനെ പറയുമ്പോഴേ ഇത് പറയാനൊരു കാരണമുണ്ട്. ഞാനൊരു കഥയുടെ പിന്നിലാണ് കുറേ ദിവസമായിട്ട്. ഒരു പൂച്ചയുടെ കഥ. പൂച്ച അടുക്കളയിലെത്താനുണ്ടായ ഒരു കഥ ചില ആളുകൾക്ക് പറഞ്ഞു കേൾക്കാം. പൂച്ച ഒരു ശക്തൻ്റെ കൂടെ, നമ്മളങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെയാണ്, ആരെ കൂടെ നിന്നാലാണ് കാര്യം. ഞാനൊരു രാഷ്ട്രീയക്കാരനും കൂടെ ആയതുകൊണ്ടാണ് അങ്ങനെ കാര്യം നിൽക്കാം. ഒരു പൂച്ച ഒരു ശക്തനെ തിരഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ കാട്ടിലെ രാജാവാണ് പൂച്ച, സിംഹം. അങ്ങനെ സിംഹത്തിനെ പോയിട്ട് ബയ്യത്ത് ചെയ്തു. ബയ്യത്ത് എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല. സിംഹത്തിനെ പോയിട്ട് ഫോളോ ചെയ്ത് സിംഹമാണ് എൻ്റെ നേതാവ് എന്ന് പറഞ്ഞിട്ട് സിംഹത്തിൻ്റെ അടുത്ത് മെമ്പർഷിപ്പൊക്കെ എടുത്ത് ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് കുറേ ജീവികളുടെ ഇടയിൽ ഇങ്ങനെ ഒന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആളുകൾ ബോറടിക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് വരുമ്പോഴാണ് ആനനെ കണ്ടു. ആന നല്ല തടിയൊക്കെ. ഞാൻ എപ്പോഴും ആനൻ്റെ ആളാട്ടോ, അതും പറയാം. എന്നോട് പലരും പറയും ഇറച്ചി തിന്നരുത്, മധുരം തിന്നരുത്. അപ്പം ഞാൻ പറയും ഇതൊക്കെ തിന്നാൽ തടി കൂടും. തടി കൂടില്ല. പച്ചക്കറി തിന്നിട്ട് തടി വലിയാണെങ്കിൽ ആന വലിയണ്ടേ. പിന്നെ തൊട്ടടുത്ത് കാട്ടുപോത്താണ്. കാട്ടുപോത്തും പുല്ല് മാത്രമേ തിന്നുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ആനയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണ് ആന എന്നെപ്പോലെ തന്നെ പൂച്ച അവസാനം ആനയ്ക്ക് പിന്നാലെ കൂടി ആനയിലാണ് ശക്തി. അപ്പോഴാണ് കാരണം ആന സിംഹത്തിന് അടിച്ച് തള്ളിയിരുന്നൊരു രംഗമുണ്ട് കഥയിലൊക്കെ ഉണ്ട്, നമ്മൾ മസ്തകത്തിനടിച്ചിട്ട് ആനനെ ഇതാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും ആനൻ്റെ അത്ര ശക്തിയൊന്നും ആർക്കില്ല. അപ്പോഴാണ് നമ്മുടെ ഒരു വീരപ്പനെ പോലത്തെ ഒരു വീരപ്പൻ വന്നിട്ട് തോക്കുമായിട്ട് വന്നിട്ട് ആനയെ അങ്ങ് വെടിവെച്ചു. നായാട്ടിന് ഇത്രയും വലിയ ആനനെ ഒരു ചെറിയ മനുഷ്യൻ വെടിവെച്ചു. അങ്ങനെ പൂച്ച മനസ്സിലാക്കി മനുഷ്യനാണ് ഏറ്റവും വലിയ ശക്തൻ. അങ്ങനെ മനുഷ്യനോട് ചോദിച്ചു ഞാൻ നിൻ്റെ കൂടെ പോരട്ടെ. മനുഷ്യൻ പറഞ്ഞു കുഴപ്പമില്ല പോന്നു. അങ്ങനെ കൈ വീത് പൂച്ച അങ്ങനെ മനുഷ്യൻ്റെ വേക്കിൽ ഇങ്ങനെ വളരെ അന്തസ്സോടുകൂടി ഇങ്ങനെ ചെന്ന് വീട്ടിൽ കയറി ചെന്ന് ബെല്ലടിച്ചപ്പോൾ ഭാര്യ അങ്ങ് വന്ന് വാല് തുറന്നിട്ട് എവിടെയായിരുന്നു ഇത്ര ദിവസം വിട്ടു പറയാതെ പോയി വെറുതെ നായാടി നടക്കുന്നതാണ് ഭയങ്കര. അപ്പോൾ ഈ നായാട്ടുകാരൻ ആനനൊക്കെ കൊന്ന നായാട്ടുകാർ ഇങ്ങനെ ഒന്ന് വിറച്ചപ്പോൾ പൂച്ചക്ക് മനസ്സിലായി ലോകത്തെ ഏറ്റവും ശക്ത ആരാണ്, സ്ത്രീയാണ് എന്ന്. അങ്ങനെ പൂച്ച പിന്നെ കാലാകാലം സ്ത്രീയുടെ കൂടെ ഇങ്ങനെ വാലാട്ടി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ പൂച്ചയുടെ കഥ പറഞ്ഞപ്പോഴാണ് ചെയർമാൻ എപ്പോഴാണ് പൂച്ചയൊക്കെ ഈ മാർജാര വംശത്തിൽപ്പെട്ടുകൊണ്ട് ഒരു കാട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരാണേ വാഴുള്ളൂ അല്ലേ, അങ്ങനെയുണ്ട്. അപ്പോൾ ആ കഥ ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടി വേണ്ടി പറഞ്ഞു കൊടുത്തു തന്നു. ഇവിടെ നമ്മുടെ ആൺസിംഹമുണ്ട്, പെൺസിംഹമുണ്ട്. ഒരു കാട്ടിൽ ഒരു ആൺസിംഹമുള്ളൂ, നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. കാട്ടിലെ രാജാവ് സിംഹമാണ്. എങ്ങനെയാണ് സിംഹം ഒരു രാജാവായി എങ്ങനെയാണ് ഒരു കാട്ടിൽ വാഴുന്നതെന്നുള്ളതിൻ്റെ ഒരു റിയാലിറ്റി പൊതുവെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് തുടക്കം മുതൽ പറയുമ്പോൾ അതിൻ്റെ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഉള്ള സംഭവങ്ങളാണത്. ദൈവം ആദത്തിനെ സൃഷ്ടിച്ചിട്ട് ആദം 41 മക്കളുണ്ടായി. അതിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിലും യഹൂദരാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിലും അവരാ കഥ അറിയുന്ന ആളുകൾ 41 തന്നെയാണല്ലോ. 41 എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ 41 വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയർ വെച്ചാണ് ആദം നബിക്ക് കുട്ടികളുണ്ടായത്. മനുഷ്യൻ ആദ്യമായിട്ടൊരു അക്രമം ചെയ്യുന്നത് ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ്. ഒരു സഹോദരൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഒരു സഹോദരനെ കൊല്ലുന്നു. അതാണ് മനുഷ്യൻ. അപ്പോൾ അന്ന് മുതലാണ് മനുഷ്യന് കൺട്രോളും നിയമങ്ങളും അതുപോലെ മതവും ഉണ്ടാകുന്നത്. മതം മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും
അത് പറയുന്നത് നീ അന്യനെ ഉപദ്രവിക്കാതിരിക്കാൻ നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക, അല്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, കാട്ടിൽ ഒരു രാജാവ് സിംഹം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാട്ടിൽ 2 രാജാവില്ല, ഒരു ഏരിയയിൽ ഒരു രാജാവുള്ളൂ, അങ്ങനെയുള്ളൂ, മാത്രമേ ഉള്ളൂ. ഒരു കാട്ടില് കുറെ സിംഹം കാണാം, അതിൽ ബാക്കിയൊക്കെ പെണ്ണുങ്ങളായിരിക്കും, ബാക്കിയുള്ള എല്ലാം പെണ്ണുങ്ങളായിരിക്കും. എത്ര എണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് അതിലെന്താ അറിയാം, ഞാൻ അങ്ങനെ കാട്ടിലേക്ക് അങ്ങനെ പോയിട്ടില്ല. എന്നെ പലരും പേടിപ്പിക്കും, നിങ്ങൾ പോയാൽ ഈ സിംഹമൊക്കെ ഏറ്റവും തടിയില്ലെന്നൊക്കെ പിടിക്കുമ്പോൾ എൻ്റെ ഈ വയറൊക്കെ കാണുമ്പോൾ എന്നെ പിടിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അധികം കാട്ടിലേക്ക് പോകാറില്ല. കാരണം ഇവരെപ്പോഴാണ് ഒക്കെ പ്രശ്നക്കാരാണ്. പണ്ടൊക്കെ കാട്ടിലായിരുന്നു, ഇപ്പോൾ ഒരു നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് കടയിലൊക്കെ വന്ന് റേഷൻ പീടിയിലൊക്കെ വന്ന് അരി വാങ്ങാൻ തുടങ്ങി ആനയൊക്കെ. ഇപ്പോൾ ഇടുക്കിയിലാണ് തോന്നുന്നുണ്ട് ആന. പിന്നെ ഇപ്പോൾ റേഷൻ അരിയുടെ സ്മെല്ല് കേട്ടാൽ വന്നിട്ട് റേഷനെ പറ്റുള്ളൂ, മുന്തിയ അരിയൊന്നും പറ്റില്ല. ഇടയ്ക്ക് വന്നിട്ട് ഇപ്പോൾ പുതിയൊരു ആനയുടെ പേരുണ്ടായിരുന്നുണ്ട്, ഇപ്പോൾ ഒരു ആന പിടിച്ച് അരിക്കുമ്പോൾ വന്നപ്പോൾ വേറെ കൊമ്പന് ഇപ്പോഴും അവരും അരിയാണ് തെരഞ്ഞു വരുന്നത്. അപ്പോൾ സിംഹം അങ്ങനെയല്ല, സിംഹം വെറും എന്നെ പോലെ പ്യുവർ വെജിറ്റേറിയൻ പച്ചക്കറി അല്ലാത്തതുകൊണ്ട് സിംഹം എന്നെ കണ്ടാൽ പിടിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്ത് പോകാറില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ നന്നായി വിശദീകരിച്ചതിന് ഇപ്പോൾ തന്നെ കുറേ പേടിയുള്ള ആളുകൾ നാട്ടിലുണ്ട്. അപ്പോൾ ഈ സിംഹത്തിൻ്റെ കഥ അറിയാൻ അവർക്ക് കൂടി താല്പര്യമുണ്ടാകും. അപ്പോൾ സിംഹം യൂഷ്വലി പെൺസിംഹം പ്രസവിച്ചു കഴിഞ്ഞാൽ ആൺസിംഹം അവിടെ വരും. അതിൽ ആണിനെ തെരഞ്ഞു പിടിച്ച് ആൺസിംഹം തിന്നും, അല്ലെങ്കിൽ കൊല്ലും, അതിനെ തിന്നും. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് വീട്ടിലിപ്പോൾ നമുക്കറിയാം പൂച്ച, പുലി, കടുവ, ഇതെല്ലാം ഒരു വർഗത്തിൽപ്പെട്ടാണ്. വീട്ടിൽ പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൺപൂച്ച അവിടെ വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഒച്ചയും കടിയും പിടിയൊക്കെ ഒച്ച സാധാരണ കേൾക്കും. ആൺപൂച്ച വന്നാൽ പ്രസവിച്ച് കിടക്കുന്ന ആൺകുഞ്ഞുങ്ങളെ അത് കൊല്ലും, തിന്നും. അതാണ് വീട്ടിൽ തന്നെ പൊതുവെ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒരു ഏരിയയിൽ ഒരു ആൺപൂച്ച ഉണ്ടാവും. അതാണ് പൊതുവെ ആൺ എന്ന് പറയുന്നത്. ഈ ആണിനെ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ മനുഷ്യനാകുമ്പോൾ കുറച്ചുകൂടെ വിവരവും വിവേകവും ചിന്തിക്കാനുള്ള കഴിവുള്ള അതുകൊണ്ട് ഓരോ വിഭാഗത്തിനും അവരോരോരോ മതങ്ങളായിട്ട് തിരിഞ്ഞ് അവർ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായത്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ആൺസിംഹത്തിൻ്റെ ഇത് പറഞ്ഞു, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. ഇവിടെ ആൺസിംഹം ചെയ്യുന്ന ഒരു ഏകാധിപതിയാണ്, തനിക്ക് ചോദ്യം ചെയ്യുന്ന ഒരു ശക്തി വളരാൻ ആൺസിംഹം സമ്മതിക്കില്ല. പക്ഷെ നമ്മൾ പെൺസിംഹത്തിൻ്റെ അഭിപ്രായം കൂടി അറിയണമല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ വീടുകളിലൊക്കെ ആർക്ക് പേടി? പെണ്ണുങ്ങളാണ് പേടി. അത് വലിയ പോക്കിലൊക്കെ ആണെങ്കിലും വീട്ടിൽ ചെന്നാലും സാധുവാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പെൺസിംഹത്തിൻ്റെ അഭിപ്രായം കൂടി പറയാറ്, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്താ അഭിപ്രായമാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പറയുമ്പോൾ അതൊരു മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും ചിലപ്പോൾ ഞാൻ ഒരു സിംഹം. അപ്പോൾ പെൺസിംഹം എത്രയും വാഴ എന്നാണ് പറയുന്നത് വീട്ടിൽ. അതിൽ 2-3 അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ആ ഏത് അർത്ഥമാണോ നമ്മുടെ പെൺസിംഹം നമ്മുടെ സിനിമയുടെ ഉൾക്കൊള്ളുന്നതെന്ന് എനിക്കറിയില്ല. അതിന് ഈ കഥയുടെ വശങ്ങൾ പൂച്ച എന്തായാലും വീട്ടിലുണ്ടാവും. അതൊരു പ്രകൃതി നിയമമാണ്, നമ്മൾ അംഗീകരിച്ച്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ ഈ കാട്ടിലെ ഈ ആടുകളിപ്പോൾ ആണാടിനെ വേറെ ആണാട് വന്ന് തിന്നൂല്ലല്ലോ. ഇല്ലല്ല. പക്ഷെ വേറൊരു കാര്യമാണ്, അത് നമ്മളതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു മാൻ കൂട്ടം ഒരാണിൻ്റെ പുറകെയായിരിക്കും. ഇവിടെ നമ്മളൊക്കെ മനുഷ്യന്മാർക്ക് ഒരു പെണ്ണിൻ്റെ പുറകെ പോവാം, ആൺകൂട്ടം നേരെ തിരിച്ചാണ്. ഒരാണിൻ്റെ പുറകെയായിരിക്കും, ഒരു ഗ്രൂപ്പ് ഒരാണിൻ്റെ പുറകെയായിരിക്കും. അതിൽ വേറൊരാണുണ്ടായാൽ അവൻ അതിന് മൽപ്പിടുത്തത്തിന് വരും. അതിൽ ജയിക്കുന്നവൻ ആരാണോ ആ പെണ്ണുങ്ങളെല്ലാം അവൻ്റെ അടുത്ത് പോകും. അങ്ങനെയാണ്. അല്ലാത്ത ആണിനെ ഒറ്റപ്പെടുത്തും, അവൻ ഒറ്റയാനായിട്ട് തിരിയും. അവനെ കടുവ, സിംഹം ഇങ്ങനെയുള്ള സാധനങ്ങൾ അവനെ പിടിച്ച് കൊല്ലും. കാരണം കൂട്ടത്തോടെ നടക്കുമ്പോൾ അവർക്ക് ആക്രമിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ ഇങ്ങനെ അതാണ് ഒറ്റയാൻ. അങ്ങനെയാണ് ഈ ഒറ്റയാൻ പറയുന്നത്. ഏതൊരു ആൺ സമൂഹത്തിലും ഇപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പം അരിക്കൊമ്പനൊക്കെ ഒറ്റയാനാണ്. കാരണം അവൻ വേറെ ഏതോ ആനയോടൊക്കെ തോറ്റ് ഒറ്റയ്ക്കായി പോയവനാണ്.
അതുകൊണ്ടാണ് അവൻ പ്രതിഷേധവും ദേഷ്യവും കാണുന്നതിനൊക്കെ അവൻ തട്ടി തകർക്കും. അങ്ങനെയാണ് മാഡത്തിന്റെ പരിപാടി കേൾക്കട്ടെ. അല്ല, അതൊരു പ്രകൃതിയുടെ ഒരു അംഗീകരിച്ചു കൊടുക്കുക. ഞങ്ങള് കെനിയയിൽ പോയപ്പോൾ ഇത് പറഞ്ഞ പോലെ ഞങ്ങള് കൂടെ തന്നെ നടക്കും. ഞാൻ എപ്പോൾ കണ്ടാലും പിന്നെ ചെയർമാൻ്റെ കൂടെ പിന്നെ നമ്മുടെ പിന്നെ വേൾഡ് ബാങ്ക് കൂടെ ഉണ്ടാവും, വൈഫ് കൂടെ ഉണ്ടാവും. നമ്മളൊക്കെ എങ്ങനെ വരെ ഒഴിവാക്കാൻ പറ്റുക നോക്കിയിട്ട് എപ്പോൾ നോക്കിയാലും കൂടെ ഉണ്ടാവും. അത് ഓഫീസിലാണെങ്കിൽ കൂടെ, ഓഫീസിലാണ് പലരും ഭാര്യമാരെ ഒഴിവാക്കി നിർത്തല്. ഇത് ഓഫീസിലുണ്ടാവും, യാത്രയിലുണ്ടാവും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അത് ഭക്ഷണം കഴിക്കുന്നതും ഒന്നിച്ചല്ലാണ് അല്ലേ? പക്ഷെ അതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചും നമ്മളെക്കാൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ നമ്മളെ പാർട്ട്ണർ മാത്രമേ. കാരണം എനിക്കൊരു മോശം വരാൻ അവർ ചിന്തിക്കില്ല, അവർക്കൊരു മോശം വരാൻ നമ്മൾ ചിന്തിക്കില്ല. വേറെ അതുപോലെ വേറൊരു തേർഡ് പാർട്ടി ഉണ്ടാവില്ല, ഇൻക്ലൂഡിങ് നമ്മുടെ മക്കളുൾപ്പെടെ ഉണ്ടായെന്ന് വരുന്നില്ല. കാരണം എപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ പാർട്ട്ണർ മാത്രമാണ്. അതുകൊണ്ടാണ് അതങ്ങനെ. അല്ല, അത് മാത്രമല്ല, അപ്പോൾ പല ബിസിനസ്സിലും അവരുടെ കാഴ്ചപ്പാട് നമ്മളെക്കാളൊന്നും കൂടി എനിക്ക് തോന്നാറില്ല. അത് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ തീരുമാനങ്ങളെക്കാളും ചിലപ്പോൾ അവരുടെ തീരുമാനങ്ങളാണ് പിന്നീട് ശരിയെന്ന് നമ്മൾ ശരിവെക്കും. പെണ്ണുങ്ങളാണ് ആണുങ്ങളെക്കാൾ ബുദ്ധി ആണല്ലേ? അങ്ങനെ തർക്കമില്ലാത്ത കാര്യമില്ല ആണല്ലേ? അപ്പോൾ ഇതിപ്പോൾ പെണ്ണുങ്ങളാണ് ആണുങ്ങളെ ബുദ്ധി എന്ന് നമ്മുടെ ചെയർമാൻ സമ്മതിച്ചു. ഞാൻ അടുത്ത പ്രാവശ്യം നമ്മൾ വേറെ വിവാഹത്തിലേക്ക് ഞാൻ പറയുന്നു, പെണ്ണുങ്ങളെക്കാളും സൗന്ദര്യം ആണുങ്ങൾക്ക്. അതങ്ങനെയാണ്. അല്ല, ഇപ്പം മൃഗങ്ങളാണ്, കോഴി പോകുമ്പോഴും എന്ത് ഭംഗിയുണ്ടാവും, മയില് അല്ലേ? ഞാൻ നോക്കിയ എല്ലാ പെണ്ണുങ്ങൾക്ക് ആനക്കൈന്ന് ചൂണ്ടിക്കൈന്ന് പറഞ്ഞ രണ്ട് കമ്പ് എന്ത് ഭംഗിയാ. അതുപോലെ എല്ലോ ആടാണെങ്കിൽ പക്ഷെ ബുദ്ധിൻ്റെ ഇപ്പം നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ചർച്ചയില്ല. നമ്മൾ സൗന്ദര്യത്തെ കുറിച്ച് അടുത്തൊരു ചർച്ച നമ്മൾ വെക്കും. ഇതിൽ ഞാൻ പറയുന്നു, സ്ത്രീകളെക്കാളും സൗന്ദര്യം മാഡം സമ്മതിച്ചോ? ആണല്ലോ, അതുകൊണ്ടാണല്ലോ ലേഡീസ് കൂടുതൽ മേക്കപ്പ് ചെയ്യണത്. അവർക്ക് സൗന്ദര്യം കുറഞ്ഞുകൊണ്ടാണ് അവർ മേക്കപ്പ് ചെയ്യുന്നത്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മീശയൊക്കെ വെച്ച് നല്ല കൊമ്പം മീശ താടി വെച്ചു തലയും ഇതൊക്കെ നല്ലൊരു ഭംഗിയുണ്ടാകും. അല്ല, അതൊരു ശരിയാട്ടോ. ഈ കോസ്മെറ്റിക് പെണ്ണുങ്ങളുള്ളതുകൊണ്ടാണല്ലോ. അല്ലെ ആ ഒരു ബ്രാൻഡൊക്കെ ഉണ്ടാവില്ലല്ലോ. നമ്മളൊക്കെ കയറി പോയാലും ഒത്തിരി പൗഡറൊക്കെ ഉപയോഗിക്കും, അതിപ്പോൾ പലരും ഉപയോഗിക്കുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ വാങ്ങി. ഇപ്പോൾ നമ്മൾ പറയും ഗോദ്രജൊക്കെ വാങ്ങും കളർ കൊടുക്കാനൊക്കെ. പിന്നെ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നുമല്ല. പെണ്ണുങ്ങൾ സൂപ്പർ മാർക്കറ്റ് ഒന്നായിട്ട് വാങ്ങിയിട്ട് ഒരു ഡ്രസ്സ് പോയി ചെന്നാൽ പെൺകുട്ടിയൊക്കെ ഉള്ളതാണ്ടാവാം. എനിക്ക് 4 ആൺകുട്ടികളാണ്, ഒരു പെൺകുട്ടിയുള്ളൂ. ഈ പെൺകുട്ടി ഉണ്ടാവുന്നവരെ ഏത് തുണി ഷോപ്പിൽ ചെന്നാലും പെൺകുട്ടികൾക്കുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവും. ഇത് ഇപ്പോൾ കോസ്മെറ്റിക്സ് ആണെങ്കിൽ ഒരു ഏരിയ ഒക്കെ ഇവരിത് എവിടെയൊക്കെയാണ് എന്താ എനിക്കറിയില്ല. ചുണ്ടിന് പരട്ടുന്നതുണ്ട്, മൂക്കിന് പറ്റുന്നതുണ്ട്, കളറിന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്, കണ്ണിന് ഇവിടെ വെക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആ ഒരു ബിസിനസ് തഴച്ച് വളർന്നത് ഈ സ്ത്രീകളെ കൊണ്ടാണ്. സ്വർണ്ണം അല്ലേ? സ്വർണ്ണം ഇങ്ങനെ ഇപ്പോൾ വാഹനത്തിനേക്കാളും സ്വർണ്ണോടൊന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു കാര്യമായ മേക്കപ്പ് നമുക്കില്ല. നമ്മൾ എപ്പോഴും നോർമലാണ്. കുറേ തലമുടി ചെയ്യാതിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ അവർ. അപ്പോൾ അതാണ് പറഞ്ഞത്, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭംഗിയാണ്. ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ മാനിന് കൊമ്പത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കൊമ്പില്ല അല്ല, പെണ്ണുമാനന്റെ കൊമ്പ് സാറിന് അല്ല, അവർക്ക് കൊമ്പ് വേറുണ്ട്. അത് ഭയങ്കര ശക്തമായ കൊമ്പാണ്, നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുന്ന കൊമ്പ്. ഈ പുള്ളിമാന കൊമ്പ് ഉണ്ടോ? ഇല്ല, എനിക്കറിയില്ല. സിംഹത്തിനെ കണ്ടോ? ആ ഒരു ഗമയും കാര്യങ്ങളും പെണ്ണ് സിംഹത്തിനും കാണുന്നില്ല. അതിങ്ങനെ പാവം സാധുവായിട്ട്. അപ്പോൾ ഇവര് നമ്മളെ കണ്ടുപിടിച്ചതല്ല. മൃഗങ്ങൾ മനുഷ്യനെ കണ്ടല്ല പഠിച്ചത്. മനുഷ്യൻ പലതും മൃഗങ്ങൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ പലതും മൃഗങ്ങളാണ് കണ്ടിട്ടാണ് ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാരൊക്കെ പഠിച്ചത്. ഒരാൾ വാഴാതിരിക്കാൻ എന്തൊക്കെ ഒപ്പിക്കാൻ പറ്റുമോ അതൊക്കെ. ഇപ്പോൾ രാഷ്ട്രീയം നമ്മളെ ഇലക്ഷൻ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഫലം പ്രഖ്യാപിക്കണം നിൽക്കണം, ആരാകും അടുത്ത സിംഹം എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചർച്ച നമ്മൾ ഇവിടെ ആരോഗ്യകരമായ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുണ്ടായില്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, ഞാൻ സത്യത്തിൽ ഇങ്ങനത്തെ ചർച്ച ഇടുന്നത് കുടുംബങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഇത്തിരി കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് അടി കൂടാൻ പറ്റുമോ നോക്കായിരുന്നു. അത് ഞാൻ പരാജയപ്പെട്ടു. ഞാൻ പരാജയം സംഭവിച്ചുകൊണ്ട് ഈ ചർച്ചയോട് അവസാനിപ്പിക്കുന്നു. പറഞ്ഞത് ഒരു ന്യായമായ കാര്യങ്ങളാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലതും തമ്മിൽ ഉണ്ടാവായിരിക്കും. അപ്പം നമുക്ക് നമ്മൾ പറയുന്നതിന്
അല്ല, അതൊരു ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തർക്കങ്ങൾ വരാം, വരില്ല എന്നില്ല. പക്ഷേ കാര്യങ്ങൾ, റിയലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ ഫെമിനിസ്റ്റുകളാണ് ഏറ്റവും പാവങ്ങൾ. അതിങ്ങനെ വലിയ പോക്കിത്തരൊക്കെ പറയുന്നുള്ളൂ. ഇപ്പോൾ ഈ ആരോഗ്യമില്ലാത്തൊരു ഭീഷണിയൊക്കെ കൊടുത്തു നല്ല കരാട്ടൊക്കെ പഠിച്ചൊരു അടി കൂടാനും പോകില്ല, അവന് അത് എവിടെയൊക്കെ മർമ്മത്ത് കൊണ്ടുപോകും. ഇപ്പം എന്നെ പോലത്തെ വന്നിട്ട് ഞാൻ അടിക്കടാന്നൊക്കെ പറയും. അപ്പോൾ അതാണത് ഫെമിനിസ്റ്റുകൾ സംബന്ധിച്ചിടത്തോളം. ഫെമിനിസ്റ്റുകൾ അങ്ങനെയാണ്, ആ വാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒറ്റ പാവം. ഞാൻ പറയുന്നത് പലരും ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര പേടിപ്പിച്ചൊക്കെ നിർത്തും, പക്ഷേ അവർ സാധുക്കളാണ്.